പതിപോലെ തന്നെ രാവിലെ ഒരു ചായ ചർച്ചയിലായിരുന്നു 2024 ഉരുൾപൊട്ടലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങൾ പിന്നിട്ടാലും അന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നേരിട്ട പ്രശ്നങ്ങൾ അനവധിയായിരുന്നു. അല്ലെങ്കിലും മഴക്കാലത്ത് ചിലർക്കെല്ലാം നേരിടുന്ന പോലെ പ്രശ്നങ്ങൾ നമുക്ക് നേരിടാറുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾ സംസാരിച്ച് വരുമ്പോഴായിരുന്നു അന്ന് വീടിൻ്റെ അടുത്തുള്ള ആ ചെറിയ ഉരുൾപൊട്ടലിൽ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പറമ്പിലോട്ട് ഒരുപാട് കല്ലും അതുപോലെ തന്നെ മണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മണ്ണിൽ തന്നെ ഉള്ളിലായി പോയ ഒരു സംഗതി എടുക്കാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് വലിയ ആലോചനയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളൊരു ചർച്ചയിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എടുക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഞങ്ങൾ വീട്ടിലോട്ട് നേരെ പോവുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളായാലും എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ഓർത്ത് തന്നെ നമ്മൾ പല തിരക്കുകളിൽ പെട്ടുപോയി. പിന്നെ അതിൻ്റെ പുറകെ നടക്കാനൊന്നും നമുക്ക് സമയ കാര്യങ്ങൾ കിട്ടിയില്ല. ഇന്ന് കുറച്ച് മൾട്ടി ടാസ്കുള്ള ജോലിയാണ്. പക്ഷേ നമ്മൾ അതൊന്നും വലിയ കാര്യമാക്കിയില്ല. നമുക്ക് ലക്ഷ്യമാണല്ലോ പ്രധാനം. കുറച്ചധികം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. വീടെത്തിയവാടെ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു തൂമ്പിയൊക്കെ എടുത്ത് അങ്ങ് നേരെ പറമ്പിലോട്ട് ഇറങ്ങി. പിന്നെ ഈയിടെയായി മഴയൊക്കെ കുറച്ച് പെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ വെള്ളമൊക്കെ ഒത്തിരി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചിരുന്ന ഒരു സംഗതി എടുക്കാനാണ് നമ്മൾ വന്നിരുന്നത്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഉരുൾപൊട്ടലിൽ ഒരുപാട് മണ്ണൊക്കെ ഒഴുകി വന്നപ്പോൾ നമ്മുടെ കുളത്തിൽ നിന്ന് വീട്ടിലോട്ട് ഇട്ടിരുന്ന ഓസ് മണ്ണിൻ്റെ അടിയിലായി പോയിരുന്നു. പക്ഷേ ഞങ്ങൾ ആലോചിച്ച് ഇപ്പോഴായിരുന്നല്ലോ. അപ്പോൾ ആളുള്ള ടൈമിൽ ഞങ്ങൾ ഇപ്പോൾ എടുക്കാമെന്ന് ആലോചിച്ചു. അപ്പോൾ കുറച്ച് മൾട്ടി ടാസ്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി. കുറച്ച് ഓസ് ആയിരുന്നെങ്കിൽ എടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇത് ഒരുപാട് ലെങ്ത് ഉള്ള ഓസാണ്. അപ്പോൾ നമുക്കത് വെറുതെ പാഴായി പോയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് അത് എടുക്കാമെന്ന് ഓർത്തു ഞങ്ങൾ. പിന്നെ ഞാനും ഉണ്ട്, അമ്മയും ഉണ്ട്, ചേട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ മൾട്ടി ടാസ്കിൽ ഏർപ്പെടാൻ തന്നെ ഓർത്തു. പുല്ലൊക്കെ വെട്ടി മാറ്റി ഓസിൻ്റെ ദിശ നോക്കിയപ്പോൾ മണ്ണിൻ്റെ അടിയിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളവും കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെളിയൊക്കെ മാറ്റി അത് കൃത്യമായിട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് കണ്ടെത്തിയെടുക്കാൻ നല്ല പാടായിരുന്നു. പിന്നെ ഒരു ആശ്വാസം, ചൂട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതൽ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് തെങ്ങും അതുപോലെ കവുങ്ങൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് പണിയാൻ വലിയ ടാസ്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ അമ്മ ചെളിയും മണ്ണൊക്കെ മാറ്റി ഞാൻ വലിച്ചെടുക്കാൻ നോക്കി. ഒട്ടും പറ്റുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് ബലം പിടിക്കാനും പറ്റത്തില്ല. കാരണം പൊട്ടിപ്പോകാനും പറ്റില്ല. കറക്റ്റായിട്ട് നമുക്ക് കിട്ടവും വേണം. അപ്പോൾ ഇങ്ങനെ ആ ഓസിൽ കൊള്ളാതെയൊക്കെ നമ്മൾ തൂമ്പ ഉപയോഗിച്ച് മണ്ണൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നാലും നമുക്ക് അതിൻ്റെ ദിശയും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അമ്മ നേരെ എന്ത് ചെയ്തു, വെള്ളമൊക്കെ വിട്ടു. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ മാറി വെള്ളമൊക്കെ തെളിയാൻ തുടങ്ങിയപ്പോഴത്തേനും കുറച്ചും കൂടി നല്ലതായിരുന്നു നമുക്ക്. പിന്നെ ഓസിൻ്റെ ദിശ മനസ്സിലാക്കുന്ന വേവലാതിയിൽ ഞാൻ കൈയിട്ട് മണ്ണിലൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ കയ്യിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അതൊന്നും വലിയ കാര്യമാക്കിയില്ല. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ചേട്ടനും കൂടെ വന്നു. അങ്ങനെ അമ്മയും ചേട്ടനും കൂടെ ഓസ് കറക്റ്റായിട്ട് അങ്ങ് വലിച്ചു. എന്നിട്ടും പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ചേട്ടൻ വന്നിട്ട് ഒറ്റ വലിക്ക് സംഭവം ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അങ്ങനെ മണ്ണൊക്കെ കുറച്ച് വെട്ടി മാറ്റി ഓസ് ഞങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റി. സത്യത്തിൽ ഇത്രയും ലെങ്ത് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ആഴത്തിലോട്ട് മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. മണ്ണ് മാത്രമല്ല, നമുക്ക് ചേറും ചെളിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരുപാട് ആഴത്തിൽ വെട്ടി ചാല് പോലെ ആക്കി സംഭവം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അത്രയും ലെങ്ത്തിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലത്ത് ഇങ്ങനെ മടങ്ങിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഞങ്ങൾ ലക്ഷ്യം എന്ത് ചെയ്തു, നിറവേറ്റി. മടക്കി അത് കെട്ടി അടിപൊളിയാക്കി. പിന്നെ ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോയി അവിടുത്തെ ഓസ് വലിച്ചെടുത്ത് പിന്നെ പറമ്പിലൂടെയൊക്കെ നടന്ന് നമ്മൾ തേങ്ങയൊക്കെ പെറുക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ വന്ന ലക്ഷ്യം നിറവേറ്റി. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സംസാരങ്ങളും അതുപോലെ തന്നെ കുറേ കോമഡിയൊക്കെ ഉണ്ടാവും. ഞാൻ ചേട്ടനെ എന്ത് സംസാരിച്ച് അവസാനിപ്പിക്കാൻ നോക്കുമ്പോഴും അമ്മയുടെ അവസാനത്തെ ഒരു തഗ് ഉണ്ടാവും. പിന്നെ അത് നിർത്തത്തില്ല, ഒരുപാട് ചിരിക്കും അവിടെ. ഇങ്ങനെയാണ് വീട്ടിൽ എന്ത് കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാലും അമ്മയും ഞാനും ചേട്ടനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കോമഡി എവിടെയെങ്കിലും ഒപ്പിച്ചാരെങ്കിലൊക്കെ വെക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. പക്ഷേ അടിപൊളിയാട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായി ഞങ്ങൾ ചെയ്തു തീർത്തു.